4 ബഹിരാകാശ യാത്രികരെയും പുറത്തേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ വാതിൽ തുറന്നിട്ടുണ്ട്. ഇനി അവർ പുറത്തേക്ക് വരണം. പ്രത്യേക സംവിധാനങ്ങൾ അതിനായി ഒരുക്കിയിട്ടുണ്ട്. 165 ദിവസത്തോളം അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലായിരുന്നു ഈ യാത്രികർ കഴിഞ്ഞത് എന്നതുകൊണ്ട് തന്നെ അവർ ഇനിയും പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഭൂമിയിലെ നിലവിലെ ജീവിതാവസ്ഥയുമായി അവർ പൊരുത്തപ്പെടേണ്ടതുണ്ട്. അതിന് സമയമെടുക്കും. അതിനുവേണ്ടിയുള്ള നിരീക്ഷണ സംവിധാനത്തിൽ അവർ തുടരും. പക്ഷേ ഈ മോശം ആരോഗ്യാവസ്ഥയിലുള്ള ആളെ ഒരുപക്ഷെ നേരെ ആശുപത്രിയിലായിരിക്കും മാറ്റുക. അദ്ദേഹത്തിൻ്റെ നിലവിലെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സ അദ്ദേഹത്തിന് നൽകുകയും ചെയ്യും. ഇപ്പോൾ ആ 4 യാത്രികരെയും പുറത്തേക്ക് ഇറക്കാനുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തിയായി വരുന്നത്. ഒട്ടനവധി നിരീക്ഷണ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് അവർ. ബഹിരാകാശ നിലയത്തിൽ ഇപ്പോഴും പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളൊക്കെ ഒരുപക്ഷെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ഇനിയും പുറത്തു വരാനുണ്ട്. ഏതായാലും അവർ സുരക്ഷിതമായി പസഫിക് സമുദ്രത്തിൽ ഇറങ്ങി. അത് കാലിഫോർണിയയ്ക്ക് സമീപമാണ്. അതിനുശേഷമാണ് അവരെ ഇപ്പോൾ ഈ കാണുന്ന സംവിധാനത്തിലേക്ക് മാറ്റിയത്. ആ പേടകം അതിൻ്റെ വാതിൽ തുറന്നിട്ടുണ്ട്. ഇനി അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ആ പ്രത്യേക ദൗത്യസംഘം. 4 യാത്രികരെയും അല്പസമയത്തിനകം പുറത്തേക്ക് ഇറക്കും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് ദൗത്യസംഘം. ഇപ്പോൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. 4 യാത്രികരാണ് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. ആ 4 പേരെയും ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കും. ദിൽനയിലേക്ക്. 4 സംഘത്തിൽ ഒരേയൊരു വനിതയാണുള്ളത്, സെന കാഡ്മാൻ. അവർ നാസയുടെ പ്രതിനിധിയാണ്. ബാക്കി 3 പുരുഷന്മാർ. ഇങ്ങനെ 4 സംഘമാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ബഹിരാകാശ നിലയത്തിലേക്ക് പോയത്. സെന കാഡ്മാനാണ് മിഷന്റെ കമാൻഡർ. മൈക്ക് ഫിൻകും സെന കാഡ്മാനും കൂടി ചേർന്നുള്ള ഒരു സ്പേസ് വാക്ക് തീരുമാനിച്ചിരുന്നു. അതിൻ്റെ നിശ്ചിത സമയത്തിനും തൊട്ടു മുൻപായിട്ടാണ് ആ സ്പേസ് വാക്ക് അവർ ക്യാൻസൽ ചെയ്യുന്നത്, അത് റദ്ദാക്കുന്നത്. അതിന് പറഞ്ഞത് ആരോഗ്യ പ്രശ്നമാണ്. ഈ ക്രൂവിലെ ഈ 4 സംഘത്തിലെ ഒരാൾക്കുള്ള ആരോഗ്യ പ്രശ്നം മൂലം അത് നിർത്തുന്നു എന്നാണ്. അതിനുശേഷം ഇവരെ വേഗത്തിൽ തിരിച്ചിറക്കാനുള്ള ഒരു പദ്ധതി അത് നാസ കൊണ്ടുവരുന്നു. അതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ തീരുമാനിച്ച ഒരു തിരിച്ചിറക്കൽ, അതിൻ്റെ ഏറ്റവും വിജയകരമായ സന്തോഷകരമായ ആ നിമിഷത്തിലേക്ക്, ആ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ 4 സംഘത്തെ സെന കാഡ്മാനെയും മൈക്കിൾ ഫിങ്കിനെയും കിമിയ യുയി എന്ന അദ്ദേഹം ജപ്പാനിൽ നിന്നാണ്. അദ്ദേഹം ജപ്പാൻ സ്പേസ് ഏജൻസി ജാക്സയുടെ പ്രതിനിധിയാണ്. ഒലേഗ് പ്ലാറ്റ്നോവ് അദ്ദേഹം റഷ്യയുടെ പ്രതിനിധിയാണ്. അങ്ങനെ ഈ 4 പേരുമുള്ള സംഘം അല്പസമയത്തിനകം തന്നെ ഈ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് വരും. പേടകത്തിലെ അകത്തെ ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമാണ്. അവർ അതിനകത്ത് അവിടെ സീറ്റിങ്ങിൽ കൃത്യമായി ഇരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഒരു പ്രത്യേക അറേഞ്ച്മെൻറ്റുകളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നമുള്ള ആളെ ഉദ്ദേശിച്ചാണോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയില്ല. എന്തായാലും ഈ 4 പേർ തിരിച്ച് ഇറങ്ങുന്നത് കാത്തിരിക്കുകയാണ് ഈ റിക്കവറി ടീമിലെ ആളുകൾ. അല്പസമയത്തിനകം തന്നെ ഈ 4 സംഘം തിരിച്ചെത്തും. എന്തായാലും ഇന്ന് പുലർച്ചെ ആണ് ഈ അൺഡോക്കിംഗ് നടപടികൾ ഉണ്ടായത്. 12 മണിക്കൂറോളം യാത്ര. അതിനുശേഷം 2:11 ഈ സംഘം സ്പ്ലാഷ് ഡൗൺ നടത്തി പേടകം കടലിൽ പതിക്കുന്നു. അതിനുശേഷം ഇത്രയും സമയം അവരെ ഈ റിക്കവറി ബോട്ടിലേക്ക് എത്തിക്കാനുള്ള ദൗത്യമായിരുന്നു. റിക്കവറി ബോട്ടിലേക്ക് അവരെ എത്തിയ ശേഷം ഇനി പുറത്തേക്ക് എത്തിക്കാൻ ആ പേടകത്തിൻ്റെ വാതിൽ തുറന്നിട്ടുണ്ട്. ഈ വാതിലിനകത്തുകൂടി നമ്മൾ ആ 4 സംഘത്തെ കണ്ടിരുന്നു അല്പം മുൻപ്. എന്തായാലും ഇവരെ ഉടൻ തന്നെ പുറത്തേക്ക് എത്തിക്കും. ഇവർ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും. ഈ സെന കാഡ്മാനും മൈക്ക് ഫിൻകും കിമിയ യുയും ഒലേഗ് പ്ലാറ്റ്നോവും 4 സംഘം അവിടെ ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഏതാണ്ട് 1 മാസം കൂടി ദൗത്യത്തിന് സമയമുള്ളപ്പോഴാണ് ഇപ്പോൾ തിരിച്ച് എത്തിയിരിക്കുന്നത്. ഈ നാസയും അതുപോലെ തന്നെ സ്പേസ് എക്സും ചേർന്ന് ഈ 4 യാത്രികരും സുരക്ഷിതരായി തിരിച്ചെത്തുന്നു എന്ന് ഉറപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ആരോഗ്യ പ്രശ്നമുള്ളത് ആർക്കാണ്, എന്താണ് അസുഖം തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്കിപ്പോഴും വ്യക്തതയില്ല. ആ കാര്യങ്ങളിൽ കൂടി വിശദീകരണം നാസയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല. എന്തായാലും അല്പസമയത്തിനകം ഈ 4 പേരും പേടകത്തിൽ നിന്ന് പുറത്തെത്തും. ഉന്മേഷ്, ശരി, ഇതിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. അവർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.